ജീവനൊടുക്കിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെ ആൺസുഹൃത്ത് സന്ദേശ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർകോട് ചൌക്കി സ്വദേശിയായ സന്ദേശിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ചിന്നു പാപ്പുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സന്ദേശിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനിടെയാണ് സന്ദേശിന്റെ മരണവാർത്ത പുറത്തുവന്നത്. കഴിഞ്ഞ ദിവസമാണ് ചിന്നു പാപ്പുവിനെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ ജോലിക്ക് പോയിരുന്ന ആൺസുഹൃത്ത് ഇടയ്ക്ക് വിളിച്ചെങ്കിലും ഫോണെടുക്കാതിരുന്നതിനാൽ ഉച്ചയ്ക്ക് ഒരു സുഹൃത്തിനൊപ്പം മുറിയിലെത്തി പരിശോധിക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ഭർത്താവുമായി ഏറെക്കാലമായി അകന്നു കഴിയുകയായിരുന്ന ചിന്നു കാസർകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആസാദ് നഗർ ക്വാർട്ടേഴ്സിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ചിന്നുവും സന്ദേശും ഒരുമിച്ചായിരുന്നു താമസം. ഇരുവരും തമ്മിലുള്ള തർക്കമാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്ന ആരോപണത്തെ തുടർന്ന് പോലീസ് ഫോൺ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് സന്ദേശിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നു. ജീവിതത്തിലെ വിഷമസന്ധികൾക്ക് ആത്മഹത്യ പരിഹാരമല്ല. സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക. 1056 എന്ന നമ്പറിൽ വിളിച്ച് ആശങ്കകൾ പങ്കുവയ്ക്കാം. വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ. കൂടുതൽ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും ഞങ്ങളെ പിന്തുടരൂ.